മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. മന്ദഗതിയിലാണ് മഹാരാഷ്ട്രയിൽ പോളിംഗ്. രാവിലെ 9 മണിവരെ മഹാരാഷ്ട്രയിൽ 18.14% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതേസമയം ജാർഖണ്ഡിൽ പോളിംഗ് ശതമാനം 12.71%. എല്ലാ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പറഞ്ഞു. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നാഗ്പൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്തു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, മഹാരാഷ്ട്രയിൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ, ഇപ്പോൾ എങ്ങനെ? 9 മണിവരെയുള്ള കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം പുറത്തുവിട്ടിട്ടുള്ളത്. 6.67% ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. അതിൽ ഒരു കുറവുണ്ട്. ഒരുപക്ഷെ മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മഞ്ഞുകാലം ആരംഭിച്ചതിൻ്റെതായ ഒരു മന്ദഗതി മഹാരാഷ്ട്രയിൽ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ജാർഖണ്ഡിൽ മികച്ച പോളിംഗ് ആദ്യ മണിക്കൂറുകളിലൊക്കെ രേഖപ്പെടുത്തി. 12% മുകളിൽ ആളുകൾ ആദ്യ 2 മണിക്കൂറിൽ തന്നെ ജാർഖണ്ഡിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്ന കാഴ്ച കാണാം. നാഗ്പൂരിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് വോട്ടുണ്ട്. RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും മുൻ സർക്കാർ വിഭാഗ് ഭയ്യാജി ജോഷിയും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, അദ്ദേഹം നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിലാണ് ജനവിധി തേടുന്നത്. നാഗ്പൂരിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത്. അദ്ദേഹം പത്നിക്കൊപ്പം കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തി. BJP സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ അധികാരം നിലനിർത്തുമെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. മുംബൈ നഗരത്തിൽ ബോളിവുഡ് സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ഒക്കെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ടായിരുന്നു. സാധാരണ ജനങ്ങളോടും വോട്ട് ചെയ്യാൻ സൂപ്പർ സ്റ്റാറുകൾ ആഹ്വാനം ചെയ്യുന്ന കാഴ്ച മുംബൈയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ജാർഖണ്ഡിലും സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 51 സീറ്റുകൾ നേടി BJP സർക്കാർ രൂപീകരിക്കും എന്നാണ് ബാബുലാൽ മറാണ്ടി രാവിലെ വ്യക്തമാക്കിയത്. BJPയുടെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമാണ് ബാബുലാൽ മറാണ്ടി. അദ്ദേഹം രാവിലെ പ്രത്യേക ക്ഷേത്ര ദർശനവും പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. ഇന്നിപ്പോൾ അദ്ദേഹം ജനവിധി തേടുക കൂടി ചെയ്യുകയാണ്. അതേസമയം സർക്കാർ നിലനിൽക്കുമെന്നും അധികാരം തുടർച്ചയായി ലഭിക്കുമെന്ന് JMM രാവിലെ പ്രതികരിച്ചിട്ടുണ്ട്. ജാർഖണ്ഡിലെ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കാമോ? കൃഷ്ണാജയം, ജാർഖണ്ഡിൽ 2 ഫേസായാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടം നമുക്കറിയാം കഴിഞ്ഞ 13-നാണ് നടന്നത്. 43 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ വിധി എഴുതി. വനവാസ മേഖലകളൊക്കെ കൂടുതലായി ആദ്യഘട്ടത്തിലായിരുന്നു പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയത്. അക്രമാസക്തമാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും ആദ്യ ഫേസിലായിരുന്നു. വളരെ സമാധാനപരമായാണ് അന്ന് വോട്ടെടുപ്പ് നടന്നത്. ജാർഖണ്ഡിൽ ഇന്നിപ്പോൾ 38 മണ്ഡലങ്ങളാണ് ഇന്നിപ്പോൾ വിധി എഴുതുന്നത്. സമാധാനപരമായി ഇന്നും വോട്ടെടുപ്പ് നടക്കുകയാണ്. ജാർഖണ്ഡിനെ സംബന്ധിച്ച് ശക്തമായ മത്സരം BJPക്കും JMMനും ഇടയിലാണ് നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ ഭരണത്തിനിടയിൽ നടന്നിട്ടുള്ള അഴിമതിയും ക്രമക്കേടും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ ജയിലിൽ പോകുന്ന പശ്ചാത്തലമൊക്കെ ജാർഖണ്ഡിൽ നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ്. അതിനാൽ അഴിമതിയും ക്രമക്കേടുകളും കെടുകാര്യസ്ഥതയും ഉയർത്തിപ്പിടിച്ചാണ് BJP ഒരു തിരിച്ചുവരവിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മറ്റ് ദേശീയ വിഷയങ്ങൾ, അതായത് മുസ്ലിം കുടിയേറ്റം, അത് ഹിന്ദു സമൂഹത്തിലും വനവാസി മേഖലയിലും ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങൾ, സാമൂഹികമായി അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇത്തരം വിഷയങ്ങൾ കൂടി BJP ജാർഖണ്ഡിൽ ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു. അതിനാൽ ശക്തമായ വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നിറഞ്ഞ പ്രചരണത്തിനൊടുവിലാണ് ജാർഖണ്ഡ് ഇന്നിപ്പോൾ വിധി എഴുതുന്നത്. എന്തായാലും ഈ 2 സംസ്ഥാനങ്ങൾക്കൊപ്പം ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്തായാലും വൈകിട്ട് 5 മണിയാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വോട്ടെടുപ്പിന്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, ജാർഖണ്ഡിൽ ആദ്യഘട്ടം, മഹാരാഷ്ട്രയിൽ പോളിംഗ് പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ പൊതുവെ മന്ദഗതിയിലാണ്, പക്ഷേ ജാർഖണ്ഡിൽ ഭേദപ്പെട്ട പോളിംഗ് ദൃശ്യമാകുന്നുണ്ട്. എല്ലാ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പറഞ്ഞു. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നാഗ്പൂർ മണ്ഡലത്തിലാണ് വോട്ട് ചെയ്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.